കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉളിക്കൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുക്കലും സംഘടിപ്പിച്ചു. യോഗത്തിൽ ഉളിക്കൽ ജനറൽ സെക്രട്ടറി ഷാജി മേനാച്ചേരി സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ജിജോ എം തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 1981 ദേശീയത വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗമാണ്. വളരെ പ്രതിസന്ധിയിലൂടെയാണ് വ്യാപാര മേഖല കടന്നുപോകുന്നത്. അതൊക്കെ സമയമെടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടാൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് നടക്കാറുള്ളൂ. അതുകൊണ്ട് ഞാനതിൽ പ്രവേശിക്കുന്നില്ല. 2 സംശയങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഈ പൈസ ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റുമോ? ഇല്ലേ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കാം, ഇപ്പോഴും അടയ്ക്കാം. ഒറ്റ മറുപടി മതിയല്ലോ. ഇപ്പോഴും അടയ്ക്കാൻ 2 വർഷമായിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള സംവിധാനം അവിടെയുണ്ട്. എന്നാൽ യൂണിറ്റ് ഭാരവാഹികളോട് ഇത് മേടിച്ചടയ്ക്കാൻ പറയുന്നത് യൂണിറ്റ് ഭാരവാഹികൾ തന്നെ 4 പ്രാവശ്യം 5 പ്രാവശ്യം വന്നാലാണ് പൈസ അടയ്ക്കുന്നത്. ആളുകൾ വിട്ടുപോയാൽ പിന്നെ ഓൺലൈനാക്കിയാൽ കയറാനും പറ്റില്ല. 500 രൂപ കുടിശ്ശികയായാൽ കുടിശ്ശിക ആൾക്ക് കയറാൻ വേണ്ടി കഴിയില്ല. നമ്മളതുകൊണ്ട് 3% കമ്മീഷൻ കൊടുത്ത് അതിൻ്റെ പിരിവെടുപ്പിക്കുകയും ഇത്തരത്തിൽ 3% പിരിവിന് കമ്മീഷനാണ് കൊടുക്കുന്നത്. അത് ഫലപ്രദമായി നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ചില സംഭവം ഇവിടെ കണ്ടതുപോലെ കാണും. പരിഹരിക്കാൻ മേലാത്ത കാര്യങ്ങളൊന്നുമല്ല. അത്രയുള്ള അതിൻ്റെ കാര്യം. ട്രഷറർ നസീർ സ്പാർക്ക് കണക്കവതരണവും ഷാജി മേനാച്ചേരി റിപ്പോർട്ട് അവതരണവും നിർവഹിച്ചു. ഇരിട്ടി മേഖലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. ഇരിട്ടി മേഖല ജനറൽ സെക്രട്ടറി മൂസ ഹാജി, ഇരിട്ടി മേഖല ട്രഷറർ ജോൺ ജോഷുവ, സംസ്ഥാന കൗൺസിലർ ജോബിച്ചൻ കാഞ്ഞിരത്താംകുന്നേൽ, വനിതാ വിംഗ് ഉളിക്കൽ പ്രസിഡന്റ് ലൗലി ജോസ് പ്രകാശ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് നിക്ലാച്ചൻ ജോൺ ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഷാജി മേനാച്ചേരിയെയും വർക്കിംഗ് പ്രസിഡന്റായി ജിജോ എം തോമസിനെയും ജനറൽ സെക്രട്ടറിയായി CM നസീറിനെയും ട്രഷററായി നിക്ലാച്ചൻ ജോണിനെയും തിരഞ്ഞെടുത്തു. 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതികളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. പൊതുസഭയിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും അതിനെ ഒരാൾ പിന്താങ്ങുകയും, പേര് നിർദ്ദേശിക്കുക, ഒരാൾ പിന്താങ്ങുക. അവരെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുകയും മുൻ പ്രവൃത്തി പരിചയമുള്ളവരും വലിയ സാമ്പത്തിക ഋണക്കെടുകളും നടത്താത്ത നല്ലൊരു പേരുള്ള വ്യക്തി തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിർദ്ദേശിക്കുകയും ഒന്നിൽ കൂടുതൽ പേരുകളെ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതൊരു സമവായത്തിലൂടെ ചർച്ചകൾക്ക് വരികയും അതിലൊന്നും സാധ്യമല്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിലുള്ളത്. ആ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന് ഒരു വ്യക്തമായ ഒരു അവർക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് കൂടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്.